പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ സഫർ മാസത്തിൻ്റെ സുന്ദരമായ ദിനങ്ങൾ നമ്മളിലൂടെ കടന്നു പോവുകയാണ്. ഈ സഫർ മാസത്തിൽ നമ്മൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 12 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെയാണെന്ന് ഒന്നൊന്നായി നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. ആ കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ഒരു മനുഷ്യൻ ഇത് ചെയ്തു പോയാൽ ആ കാര്യത്തിൽ നിന്നും ഇവനിക്ക് സലാമത്ത് കിട്ടാൻ ഒരുപാട് അവൻ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, പടച്ചവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, എന്നാൽ അള്ളാഹു തആല നമുക്ക് ഹലാലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യത്തെപ്പറ്റി ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ കടങ്ങൾ മാറാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനും അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ട് നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഇത് സഫർ മാസമാണ്, നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഏതാണ് ആ ഇസ്മ? അത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? എത്ര വട്ടമാണ് ചൊല്ലേണ്ടത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് കേൾക്കാനും നമുക്കിത് ജീവിതത്തിൽ അമൽ ചെയ്യാനും തൗഫീക്ക് തരട്ടെ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നു, പ്രയാസത്തിൽ കഴിയുന്നു. എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ജൂലൈ 20 തിങ്കളാഴ്ചയാണ്. ഇന്നലെ ഞായറാഴ്ച, ഇന്നലെ രാത്രി 12:30 നമ്മുടെ വേൾഡ് കപ്പ് അല്ലേ, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ അവസാനത്തെ ഫൈനൽ മത്സരമായിരുന്നു. അപ്പോൾ പലരും ഇപ്പോൾ ഉറക്കത്തിൽ നിന്നൊന്നും എഴുന്നേറ്റിട്ടില്ല. 3 മണിക്കാണ് ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് 3 മണിക്കാണ് അവർ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ തോറ്റതിൻ്റെ തങ്ങൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ആ ഒരു ടീം അവർ വിജയിച്ചു അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ഒക്കെ പലരും ഒക്കെ ഇന്ന് ഉറങ്ങാതിരിപ്പുണ്ട്. പലരൊക്കെ ഉറങ്ങി. നമ്മുടെ കുട്ടികൾ പലരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസക്കാലം മൊത്തം നമ്മുടെ യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം യുവാക്കൾ എന്ന് തന്നെ പറയാം, അവരെ നമസ്കാരത്തിൻ്റെ കാര്യം പോലും ശ്രദ്ധിക്കാതെ, കാരണം സുബഹി നമസ്കാരം അതൊന്നും വലിയ കാര്യമില്ല. ഇപ്പോൾ ഫുട്ബോൾ കളിയാണ് മെയിൻ. സുബഹി നമസ്കാരം ഇപ്പോൾ നിസ്കരിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പിടിച്ച് പടച്ചോൻ ശിക്ഷിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ തങ്ങളുടെ ആ ഇഷ്ട ടീം അവർ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കയിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം. ഇപ്പോൾ ആശങ്കക്ക് വിടയായി. എന്തുമാവട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൽ പെട്ടതാണ് നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മുടെ കണ്ണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ്. ആ കണ്ണുകൊണ്ട് എത്രയോ ഹറാമുകൾ, വേണ്ടാത്തരങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളതാണ് ബുദ്ധി. ആ ബുദ്ധി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അല്ലെങ്കിൽ ആ ദീൻ അനുസരിച്ച് ജീവിക്കാനും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ദുന്യവിയായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടതാണ്, പക്ഷെ പലതുമൊക്കെ അമിതമായി പോകുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയുകയാണ്. 100 അടിയുള്ള 50 അടിയുള്ള ഫ്ലക്സ് വെക്കുന്നു, കട്ടൗട്ട് വെക്കുന്നു, ഇഷ്ടതാരങ്ങളുടെ കട്ടൗട്ട് വെക്കുന്നു. അതുപോലെ തന്നെ പരസ്പരം എൻ്റെ ടീമാണ് ജയിക്കുക, അല്ലെങ്കിൽ നിന്റെ ടീം തോറ്റാൽ ഞാൻ അങ്ങനെ ചെയ്യും, പകുതി മീശ വടിക്കും, പകുതി തല വടിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര പൈസ തരും. അങ്ങനെ നമ്മുടെ യുവാക്കൾക്കിടയിൽ, നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ഭയങ്കര ഒരു മോശപ്പെട്ട ആവേശം ഒരുപാടുണ്ടാക്കിയ ഒരു വേൾഡ് കപ്പ്. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഇനി പറയുന്നില്ല, ഇനി പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇപ്പോൾ പരിശുദ്ധമായ സഫർ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സഫർ മാസത്തിൽ നമ്മൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അറിയാതെ പോലും ചെയ്യരുത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, അറിയാതെ പോലും നമ്മൾ നമസ്കാരം ഖളാ ആക്കാൻ പാടില്ല. അറിഞ്ഞില്ല, അല്ലാഹു തആല പുറത്തു തരും. ഇപ്പോൾ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, നിസ്കാരം ഖളാ ആയിപ്പോയി, പടച്ചോൻ പുറത്തു തരും. പക്ഷെ അങ്ങനെ പോലും പാടില്ല, നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ പോലും പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ നമസ്കാരം, പ്രത്യേകിച്ച് സുബ്ഹി നമസ്കാരം. എത്രയോ യുവാക്കൾ അവർ പാതിരാത്രി എഴുന്നേറ്റ് അലാറം വെച്ച് 12:30-ക്കും 1:30-ക്കും ഒക്കെ എഴുന്നേറ്റ് അവർ ഈ ഫുട്ബോൾ കളി കാണുന്നു. പക്ഷെ അവസാനം അവർ ആ ഒരു സുബഹിയുടെ സമയമാകുമ്പോൾ ആ ഫുട്ബോൾ കളി തീരുന്നു, അവർ നേരെ കിടന്നുറങ്ങുകയാണ്. സുബഹി നമസ്കാരമില്ല. പിന്നെ എപ്പോഴാ 10-11 മണിക്ക്, ഉച്ചക്ക് 12 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. ആ പറഞ്ഞു വന്നത്,
നമ്മൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത വളരെ ഗൗരവമുള്ള ഒരു കാര്യം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മളെല്ലാവരും ചെയ്തു എന്നല്ല, നമ്മളിൽ പലരുമൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൂഷ്യഫലം നമ്മൾ ഈ ദുനിയാവിൽ തന്നെ ചിലപ്പോൾ അള്ളാഹു താല നമ്മളെ അനുഭവിപ്പിച്ചേക്കും. അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ദാരിദ്ര്യമുണ്ടാകും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു വിജയം ഉണ്ടാവില്ല. മനസ്സിന് എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും, എപ്പോഴും ഒരു പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ രോഗങ്ങൾ ഇങ്ങനെ മാറി വരും. എന്തേ കാരണം? നിന്റെ നിസ്കാരം നീ ശ്രദ്ധിക്കുന്നില്ല, നിന്റെ സുബഹി നമസ്കാരം പ്രത്യേകിച്ച് മറ്റ് നമസ്കാരങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാമല്ലോ, നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാത്തവൻ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അത് ഒരു മനുഷ്യൻ മുസ്ലിമാണവൻ, പക്ഷെ അവൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ അവന്റെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിൽ തന്നെ അല്ലാഹു തആല അവനെ ശിക്ഷിക്കും. എങ്ങനെ? പല രൂപത്തിൽ ശിക്ഷിക്കും. അവന്റെ കച്ചവടത്തിൽ അല്ലാഹു തആല ഇടിവ് നൽകും. അവന്റെ മക്കളെ അല്ലാഹു തആല കോലം കെടുത്തിക്കളയും, അതായത് മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ പോയേക്കും. അതുപോലെ തന്നെ അവന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും, സമ്പത്തിൽ പ്രശ്നമുണ്ടാകും, കടങ്ങൾ കൂടും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ദുന്യാവിൽ തരും. ഇതിന്റെ ഇരട്ടിയായിരിക്കും നാളെ ഖബറിലും ആഖിറത്തിലും. അതുകൊണ്ട് അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം. നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, അല്ലെങ്കിൽ എന്താ, നിസ്കാരം മനഃപൂർവ്വം ഖളാ ആക്കിയിട്ട് പിന്നെ മഗ്രിബിന്റെ കൂടെ അസർ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അസറിന്റെ കൂടെ ളുഹർ നിസ്കരിക്കുന്നു, മനഃപൂർവ്വം ഖളാ ആക്കുക. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ്. പ്രത്യേകിച്ച് സഫർ മാസത്തിൽ നിസ്കാരം നമ്മൾ എന്തായാലും സഫർ മാസത്തിൽ എന്നല്ല, എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ അമിതമായാൽ നമുക്ക് പ്രശ്നമാകുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്? ഈ അമിതമായിട്ടുള്ള ഉറക്കം. പ്രത്യേകിച്ച് പകലിലൊക്കെ വെറുതെ കിടന്നുറങ്ങുക. എന്തെങ്കിലും രോഗങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ഇത് വെറുതെ കിടന്നുറങ്ങിയാൽ അത് നമ്മുടെ ബുദ്ധിക്ക് കേടാണ്, മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കെട്ടുപോകുമെന്നാണ്. രാത്രി 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരാണെന്ന് വിചാരിക്കാം. അവർക്കിപ്പോൾ പകല് ഒരല്പം ഉച്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉച്ചക്ക് മുമ്പോ ഒരല്പം കിടന്നുറങ്ങുന്നത് കൊണ്ട് അതല്ല പ്രശ്നം. ഇത് എപ്പോഴും 24 മണിക്കൂർ ഇങ്ങനെ കിടന്നുറങ്ങുന്നു, TV കാണുന്നു, സിനിമ കാണുന്നു, കിടന്നുറങ്ങുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അല്ലാഹു തആല നമ്മളെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കും. ദാരിദ്ര്യം തന്നെ ഉണ്ടാകും. അത് പല രൂപത്തിലും ദാരിദ്ര്യം അല്ലാഹു തആല തരും. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ദുഃഖവും പ്രതിസന്ധിയും കടങ്ങൾ ഉണ്ടാവാൻ കാരണമായ മറ്റൊരു മൂന്നാമത്തെ കാര്യമാണ് എന്ത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീണു പോകുന്ന ചെറിയ വറ്റുണ്ടല്ലോ, ചെറിയ ചോറിന്റെ കഷ്ണങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ നിസ്സാരമാക്കി കളയുക. ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് താഴെ പോയി, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിക്കണമെന്നാണ്. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നിസ്സാരമാക്കി കഴിഞ്ഞാൽ അതെന്താകും? അല്ലാഹു തആല വലിയ പരീക്ഷണങ്ങൾ നമുക്ക് തരുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഫർ മാസത്തിൽ എന്നല്ല, ഒരു മാസത്തിലും ഈ കാര്യം ചെയ്യാൻ പാടില്ല. മറ്റൊന്നാണ്, നമ്മുടെ വീട്ടിലേക്ക് വെറുതെ ചപ്പും ചവറൊക്കെ കൂട്ടിയിടുന്നൊരവസ്ഥ. റൂമിൽ അലക്ഷ്യമായിട്ട് വേസ്റ്റ് ഇടുക, നമ്മുടെ ഈ അലമാരക്കുള്ളിൽ തുണിയൊക്കെ വെറുതെ കുത്തിക്കയറ്റി വെക്കുക, അതൊക്കെ എന്താണ്? ഒരു ബറക്കത്ത് കേടാണ്. വീട്ടിലെ ഈ മാറാമ്പൽ എന്ന് പറയില്ല, വിരുത്താമ്പൽ, മാറാമ്പൽ എന്ന് പറയും, അത് അടിച്ച് കളയാതിരിക്കുക. ഇതൊക്കെ എന്താണ്? വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവാൻ, വീട്ടിൽ ഒരു ഐശ്വര്യക്കേടുണ്ടാവാൻ കാരണമാണ്. പിന്നെ ഈ അടിച്ചു കൂട്ടിയതൊക്കെ വീടിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിടുക. ഇപ്പോൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിലിപ്പോൾ ഇങ്ങനെ നമ്മുടെ വേസ്റ്റ് കൂട്ടിയിടുന്നു, അത് ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ കളയുന്നു. അതല്ല ഈ പ്രശ്നം. ഇത് വെറുതെ അടിച്ചു കൂട്ടിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇടുന്ന ഒരവസ്ഥ, അതുണ്ടാവാൻ പാടില്ല. മറ്റൊരു കാര്യമാണ്, ഈ വലിയ അശുദ്ധിക്കാരനായാൽ, ഭാര്യ ഭർത്താക്കന്മാർ ആ വലിയ അശുദ്ധിക്കാരിയായാൽ അവർ കുളിക്കാതെ ഭക്ഷണം കഴിക്കുക. അതെന്താണ്? നമ്മുടെ ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണമാണ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ മറ്റൊരു ഗൗരവമായ കാര്യം, നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാണ്. നമ്മുടെ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി, ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി, ജോലിയുടെ കാര്യത്തിന് വേണ്ടി, മക്കൾക്കൊക്കെ വേണ്ടി ഒക്കെ ദുആ ഇറക്കും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ചോ, ഒന്ന്, ആ ദുആ നമ്മളിൽ നിന്നും സ്വീകരിക്കില്ല പടച്ചോൻ. രണ്ടാമത്തേത്, നമ്മൾ മാത്രം നമ്മുടെ കാര്യം മാത്രം പറയും, നമ്മുടെ സമ്പത്തിന്റെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം പറയുന്നു, നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്തില്ല എങ്കിൽ എന്താ പ്രശ്നം സംഭവിക്കുക? ഒന്ന്, നമ്മുടെ ദുആ സ്വീകരിക്കില്ല. 2, ആ ദുആ കൊണ്ട് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ തരാൻ ഉദ്ദേശിച്ചത് അത് കുറക്കുമെന്നാണ്. കാരണം എന്താ? നിനക്ക് ജന്മം തന്ന നിന്റെ ഉമ്മ വാപ്പ അവരെ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയിൽ ചിലപ്പോൾ അവർ ഒരുപാട് വിഷമം തരും, പ്രയാസം തരും, അതൊക്കെ ഉണ്ടാകും. അത് പടച്ചോനും അവരും നമ്മൾ നോക്കിക്കോളും. അത് അവരും പടച്ചോനും തമ്മിൽ നോക്കും. കാരണം മക്കളുടെ ഇടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ഒരു മകളെ മാത്രം ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ഒരു മകനോട് മാത്രം ഭയങ്കര സ്നേഹം, അത് പാടില്ല. എല്ലാ മക്കളും തുല്യരാണ്. എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറണം. പ്രത്യേകിച്ച് ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ, മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാം. അവനിക്ക് കൂടുതൽ സമ്പത്ത്, ഇവനിക്ക് കുറവ് സമ്പത്ത്, അതൊന്നും പാടില്ല. എന്താണ്? വേണ്ട രൂപത്തിൽ, ഇസ്ലാം പറഞ്ഞ രൂപത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഉമ്മായും വാപ്പായും മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം. പെരുമാറിയില്ലെങ്കിൽ അത് മക്കൾ ചോദ്യം ചെയ്യലല്ല വേണ്ടത്, അത് അല്ലാഹു തആല തീരുമാനിക്കും. അല്ലാഹു അവരോട് പകരം ചോദിച്ചോളും.
നമ്മുടെ ഉമ്മായും വാപ്പ നമ്മുടെ ഉമ്മ വാപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് മാന്യമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അല്ലാഹു തആല തരുമെന്നാണ് മഹാന്മാർ പറയുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. മറ്റൊന്ന്, വിശുദ്ധമായ ഖുർആൻ ഓതാത്ത വീടാണ്. പരിശുദ്ധമായ സഫർ മാസം ആണ്, ആ സഫർ മാസത്തിലാണ് നമ്മളുള്ളത്. ഇനിയിപ്പോൾ റബീഉൽ അവ്വലൊക്കെ വരികയാണ്. വിശുദ്ധമായ സ്വലാത്തുകൾ ധാരാളം ചൊല്ലേണ്ട മാസങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ എപ്പോഴും ഓതണം. സഫർ മാസത്തിൽ എന്നല്ല, എപ്പോഴും ഓതണം. സഫർ മാസത്തിൽ നമ്മൾ എന്തായാലും എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതുക, അതുപോലെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അതൊക്കെ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യുക. അതിപ്പോൾ രാത്രി തന്നെ മഗ്‌രിബിന് ശേഷം തന്നെ ഓതണമെന്നില്ല. മഗ്‌രിബിന് ശേഷം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുണ്ടാവട്ടെ, നമുക്ക് ഇശാ കഴിഞ്ഞിട്ട് ഓതാം, അല്ലെങ്കിൽ നമുക്ക് ളുഹർ കഴിഞ്ഞിട്ട് ഓതാം, സുബഹി കഴിഞ്ഞിട്ട് ഓതാം, അസ്ർ കഴിഞ്ഞിട്ട് ഓതാം. എപ്പോഴാണ് നമുക്ക് നല്ല ടൈം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ഓതാൻ പറ്റുന്നതാണ്. മറ്റൊന്നാണ്, അടുക്കളയിൽ നമ്മുടെ ഈ പാത്രമൊക്കെ കഴുകാതെ കൂട്ടിയിടുന്നൊരവസ്ഥ അതുണ്ടാവരുത്. ഇപ്പോൾ നല്ല തലവേദന, പകൽ മുഴുവൻ ജോലി ചെയ്തു, രാത്രിയായപ്പോൾ നല്ല തലവേദന, നല്ല ശരീരവേദന, നല്ല ക്ഷീണം, രാത്രിയിലും ഒരുപാട് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ അത് ആ സിങ്കിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഇടുക, എന്നിട്ട് രാവിലെ നമുക്കത് വന്ന് കഴുകാം. അത് എന്നും അത് സ്ഥിരമാക്കരുത്. ഇപ്പോൾ 1-2 ദിവസം അങ്ങനെ ചെയ്തു പോയി, അതിന് കുഴപ്പമില്ല. അതല്ലാതെ എല്ലാ ദിവസവും ആ പാത്രം ഇങ്ങനെ കൂട്ടിയിടുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒന്ന്, അത് ബറക്കത്ത് കേടാൻ. രണ്ടാമത്തേത്, ഒരുപാട് അണുക്കൾ. കാരണം ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അല്ല ഇങ്ങനെ ചെല്ലുന്നത് ഈ സിങ്കിലേക്കൊക്കെ. അപ്പോൾ പിന്നെ ചിലപ്പോൾ കൈ കഴുകും, ചിലപ്പോൾ ചില ആൾക്കാർ കഴുകും, വായ കഴുകി തുപ്പും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് അണുക്കളും ബാക്ടീരിയകളൊക്കെ നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലൊക്കെ ധാരാളമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് തൊലാക്ക് ചൊല്ലുക. അത് തമാശക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് ദേഷ്യത്തിൽ പറയുന്നു, തമാശക്ക് പറയുന്നു. ദേഷ്യം വരുമ്പോൾ ഞാൻ നിന്നെ 3 തൊലാക്കും ചൊല്ലിയടി, എനിക്ക് നിന്നെ വേണ്ടടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് ഭയങ്കരമായ ഗുരുതരമായ തെറ്റാണ്. കാരണം നമ്മൾ ആ സമയത്ത് ദേഷ്യത്തിൽ പറയുന്ന ആ വാക്ക് പിന്നീട് നമ്മൾ 1000 വട്ടം അത് ഓർത്ത് നമുക്ക് ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് 1000 വട്ടം ആലോചിച്ചിട്ട് പറയാൻ അല്ലാഹു തആല നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ അത് വല്ലാത്തൊരു അനുവാദമാണ്. തീരെ പറ്റുന്നില്ല എങ്കിൽ മാത്രം ആ ഒരു വാക്ക് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 1000 വട്ടം ദുഃഖിക്കേണ്ടി വരുമെന്നാണ്. ഇപ്പം എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ ഭാര്യയെപ്പറ്റി വേണ്ടാത്തരം ആരോ പറഞ്ഞു, അത് കേട്ട് ദേഷ്യം വന്നിട്ട് ഭർത്താവ് നിന്നെ 3 തൊലാക്കും ചൊല്ലിയെന്നൊക്കെ പറയുന്നു. പിന്നെ സത്യം അറിയുമ്പോൾ പിന്നെ ഉസ്താദിൻ്റെ അടുക്കൽ വന്നിട്ട്, ഉസ്താദെ ഞാൻ അങ്ങനെ തൊലാക്ക് ചൊല്ലിപ്പോയി, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഇനി എന്ത് ചെയ്യും, തിരിച്ചെടുക്കണം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് വേറൊരാൾ, ഇവരുടെ ഇദ്ദ കാലയളവ് കഴിഞ്ഞ് വേറൊരാൾ കല്യാണം കഴിച്ച് അവർ തമ്മിലുള്ള ശാരീരികമായ ബന്ധം കഴിഞ്ഞ് അയാൾ തൊലാക്ക് ചൊല്ലി പിന്നെ അതിൻ്റെ ഇദ്ദ കഴിഞ്ഞിട്ടൊക്കെ വേണം ഇവനിക്ക് കെട്ടാൻ. അപ്പോൾ ഒരുപാട് നൂലാമാലയുണ്ട്. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും നമുക്ക് ചില ഘട്ടങ്ങളിൽ പറ്റൂല എന്ന് പറയുമ്പോൾ മാത്രം അനുവാദം തന്നിട്ടുള്ളതാണ് ഈ തൊലാക്കിൻ്റെ വചനങ്ങൾ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പ്രശ്നം ഉണ്ടാകും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഇപ്പോൾ ഏത് കുടുംബത്തിലാണ് ഇല്ലാത്തത്? ഇണക്കം പിണക്കം ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ വഴക്കൊക്കെ പറയും, ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷെ അതല്ലാതെ ഈ ഒരു വാചകം നമ്മൾ 100 അല്ല 1000 വട്ടം ആലോചിച്ചിട്ടേ പറയുമെങ്കിൽ പറയാൻ പാടുള്ളൂ, പറയാൻ പാടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ദിക്ർ ചൊല്ലുക. ദിക്ർ ചൊല്ലാത്ത വീട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അത് ഏറ്റവും വലിയ ദിക്റാണ്. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത് ഭയങ്കരമായ ശ്രേഷ്ഠമുള്ള ദിക്റാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലി നമ്മൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കടക്കേണ്ടവരാണ്. സ്വലാത്ത് ധാരാളമായി ചൊല്ലേണ്ട മാസം. സ്വലാത്ത് എന്നല്ല, സ്വലാത്ത് എപ്പോഴും ചൊല്ലണം. റബീഉൽ അവ്വലിന് സ്പെഷ്യൽ സ്വലാത്ത് എന്നല്ല, എപ്പോഴും സ്വലാത്ത് ചൊല്ലണം. ഇപ്പോഴേ പല ആളുകളൊക്കെ അൽഹംദുലില്ലാ ഒരുപാട് സ്വലാത്തുകളുടെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വലാത്ത് റബീഉൽ അവ്വൽ 12-ന് 1 കോടി സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലി നബിതങ്ങൾക്ക് സ്വലാത്തും സലാമൊക്കെ പറഞ്ഞു ദുആരക്കാനൊക്കെ ഉള്ള വലിയൊരു സന്തോഷത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യാൻ വേണ്ടി പലരും ഒക്കെ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വലിയ സന്തോഷം അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ മക്കളൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളും പ്രസംഗങ്ങളും ദഫ്മുട്ടുകളും ഒക്കെ പഠിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ നല്ലതാണ് അൽഹംദുലില്ലാ. ആ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ അത് ഭയങ്കരമായ ശ്രേഷ്ഠതയുള്ള ഇസ്മാണ്. യാ വഹാബു യാ അല്ലാഹ്. ഒരുപാട് പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമുക്കൊരു പിടിവള്ളിയായി മാറുന്ന ഒരു ഇസ്മാണ് യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ. നമസ്കാരത്തിന് ശേഷം 11 വട്ടമെങ്കിലും ചുരുങ്ങിയത്
എന്ന് പറയണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ. അങ്ങനെ പറഞ്ഞ് 41 യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മിന്റെ എണ്ണം പറയുന്നത് 41. ഒരു ദിവസം 41 പ്രാവശ്യമെങ്കിലും യാ വഹാബു യാ അല്ലാ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദുനിയാവിലെ എല്ലാ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മു. അതോടൊപ്പം തന്നെ നാളെ ഖബറിലും ആഖിറത്തിലും ഒക്കെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഖുർആൻ പാരായണം, ദിക്ർ, ഔറാദുകൾ, പിന്നെ പിണക്കങ്ങൾ മാറ്റണേ. പിണങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദാരിദ്ര്യവും ഉണ്ടാകും, എല്ലാ വിഷമങ്ങളും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കടങ്ങൾ കൂടും. പിണങ്ങി കഴിയുന്നവരുടെ കുടുംബത്തിൽ കടങ്ങൾ കൂടുമെന്നാണ്. അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ സഫർ മാസത്തിൽ തന്നെ നമ്മൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തുണ്ടാവാൻ യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മ ധാരാളമായിട്ട് പറയുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ദ്വാരക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊക്കെ, ഞങ്ങളുടെ ഈ രാവിലത്തെ ക്ലാസ്സിലും അതുപോലെ വൈകുന്നേരത്തെ നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ അതിൻ്റെ താഴെ കമൻറ്റായി നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളെ, വിഷമങ്ങളെ, സങ്കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാവിധത്തിലുള്ള നന്മയും തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മനസ്സമാധാനം തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.